ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2315. ഇന്ന് മെയ് മാസം 3-ാം തീയതി, 123-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അങ്ങനെയാണെങ്കിൽ പള്ളിയിലും ഒന്ന് പോയേക്കാം. പലരുടെയും ഞായർ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ച് തുടങ്ങുന്നത്. പള്ളിയിലും കൂടി ഒന്ന് പോയേക്കാം. അതിനു മുമ്പ് പലയിടങ്ങളിൽ പോയിട്ടുണ്ട്. ഇതും കഴിഞ്ഞിട്ടും പല സ്ഥലങ്ങളിലും പോകണം. ഒരു വഴിപാട് പോലെ, നേർച്ച പോലെ, സമൂഹത്തെ ബോധ്യപ്പെടുത്താനായിട്ട്, ഒപ്പമുള്ള ആളുകളിൽ ഇത്തിരി തൃപ്തി വരുത്താൻ വേണ്ടി അങ്ങ് പോയേക്കാവുന്ന. പള്ളി പോകുന്ന മനുഷ്യരൊക്കെ നല്ലവരാണോ എന്നും, പള്ളിയിൽ പോയ മനുഷ്യരൊക്കെ കുറച്ചുകൂടി നല്ലവരായിട്ടാണ് പുറത്തു വരുന്നത് എന്നുകൂടി ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. വചനം കേൾക്കുകയും എന്നാൽ അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ആത്മവഞ്ചകരാണെന്ന് വിശുദ്ധനായ യാക്കോബ് ശ്ലീഹ പറയുന്നത് എന്നെയും കൂടി ഓർത്തിട്ടാവും, പരിഗണിച്ചിട്ടാവും. ശ്ലീഹായുടെ ലേഖനം ക്രിസ്തുയേശുവിന്റെ മൂല്യബോധങ്ങളുടെ ഏറ്റവും ലളിതമായ വിശദീകരണം കൂടിയാണ്. കണ്ണാടിയാകുന്ന വചനത്തിലേക്ക് നമുക്ക് എത്തിയേ മതിയാവും. നമ്മളെ തന്നെ നമുക്ക് കണ്ടുകിട്ടുമെന്നുള്ളതാണ്. പതിയെ വചനം വായിച്ചു തുടങ്ങിയാൽ വേദഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടെത്തുന്ന എല്ലാ കഥാപാത്രങ്ങളും ഏതാണ്ട് കണ്ണാടിക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് വായിക്കുമ്പോൾ അവരുടെ മുഖം നമ്മൾ തെളിയുന്നത്. അത് ശിംശോനായാലും, ദാവീദായാലും, മറിയമെന്ന അമ്മയായാലും, ഒറ്റുകൊടുക്കപ്പെട്ട യൂദായാലും. മറിയമെന്ന സ്ത്രീ പരിമള തൈലഭരണി ഉടച്ച് യേശുവിന്റെ പാദത്തിൽ അഭിഷേകം ചെയ്തു എന്ന് വായിക്കുമ്പോൾ ആ മറിയത്തിൽ നമ്മളെ തന്നെ കാണുന്നുണ്ട്. കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് നമ്മുടെ. ഇവൾ എന്തിനാണ് ഈ തൈലം ഭരണിയും ഒക്കെ ഇങ്ങനെ ഉടച്ചും ഒഴിച്ചും പാഴാക്കുന്നത് എന്ന് യൂദാ ചോദിക്കുന്നത് വായിക്കുമ്പോൾ അതിൽ എൻ്റെ തന്നെ അതൃപ്തിയാണ് പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് ബൈബിൾ വായിക്കേണ്ടത്. വർത്തമാനകാലത്തിലാണ്. എന്താണ് ഈ കണ്ണാടിയുടെ പ്രാധാന്യം, പ്രസക്തി? എന്നെ തന്നെ കാണാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. അവനവനെ തന്നെ കണ്ടെത്തുവാൻ സഹായിക്കുകയാണ് വേദത്തിന്റെ ധർമ്മം. അതുകൊണ്ട് തന്നെ വേദത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ഇനി ശ്രമിച്ചേ മതിയാവും. വേദത്തിലൂടെ പതിയെ ക്രിസ്തുവിലെത്താനും. പള്ളിയിലേക്ക് പോവുക എന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥം ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ക്രിസ്തു വെളിച്ചത്തെ കൂട്ടുപിടിച്ച് അവിടെ നിന്ന് മടങ്ങുക എന്നുള്ളതുമാണ്. ധാരണകളെല്ലാം ഒന്ന് പുതുക്കി എഴുതാനും ഈ നല്ല പുലരി ഏതൊരാളെയും നിർബന്ധിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.